ഈ നാട്ടിൽ നിൽക്കുന്നവർക്ക് പറമ്പിലൂടെ നടക്കാനും അല്ലെങ്കിൽ പറമ്പിൽ പോയിട്ട് ഒരു കൊലയൊക്കെ ഉണ്ടെങ്കിൽ വാഴക്കൊല മുറിക്കാനും ഒക്കെ എന്താ പറയുക, അവർക്കത് വലിയ സംഭവമായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഈ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കേരളം വിട്ട് എവിടെ താമസിക്കുന്ന ഒരാൾക്കും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്നതും ഒക്കെ ആയിരിക്കും. എൻ്റെ രാവിലെ തന്നെ വാപ്പി ഒരു വാഴക്കൊല മുറിക്കാൻ വേണ്ടി പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാനും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കാണുമ്പം ചിലരെങ്കിലും വിചാരിക്കും ഇതൊക്കെ വലിയ സംഭവമാണോന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വലിയ സംഭവമാണ്. അപ്പം ഒരു പാളയംകോടൻ വാഴക്കൊലയാണ്, അത് വാപ്പി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഓരോ കാര്യങ്ങൾ എന്നെ കാണിച്ചു തരുവാണ്. അത് അപ്പുറത്ത് പൂവൻ കൊല നിൽപ്പുണ്ട്, ഞാലിപ്പൂവൻ കൊല നിൽപ്പുണ്ട്, ഇതൊക്കെ വെട്ടാറായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോന്നിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഈ കൊല എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂമ്പില കണ്ണൻ പഴം അല്ലെങ്കിൽ പൂവൻ പഴം, ഞാലിപ്പൂവനൊക്കെ വേഗം തീരുന്ന ഒരു സംഭവമാണ്. പക്ഷേ പാളയംകോടൻ പഴം സാധാരണഗതിയിൽ ഫുൾ പഴുത്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് തിന്നാൻ പറ്റത്തില്ല. ചിലത് നമ്മൾ ബോണ്ട ഉണ്ടാക്കും, ചിലത് പുട്ടും പഴവും കഴിക്കും. പക്ഷേ എന്നാലും ഒരുപാട് പഴുത്ത് കളഞ്ഞു പോവാണ് പതിവ്. അപ്പം വാപ്പി പറഞ്ഞു നമുക്ക് ഈ ഏത്തയ്ക്ക നേന്ത്രപ്പഴം അല്ലാതെ തന്നെ നമുക്ക് ഈ പച്ചക്കായ, ഈ പാളയംകോടൻ്റെ പച്ചക്കായ നമുക്ക് വറുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാപ്പി അതെല്ലാം പൊളിച്ച് തന്നു. ഞാനപ്പോൾ അത് ഇതിലിങ്ങനെ അരിഞ്ഞെടുത്തു. അങ്ങനെ എന്തായാലും ഒന്ന് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ സാധാരണ നേന്ത്രക്ക വറക്കുമ്പോൾ ഉള്ള കട്ടിയൊന്നും ഇതിനില്ല. വളരെ നമ്മളത് കഴിക്കുമ്പം ആ നേന്ത്രക്കായ കഴിക്കുന്ന അത്രയും കട്ടിയൊന്നും ഇല്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പക്ഷേ നേന്ത്രക്കായ കഴിക്കുന്ന ആ ചിപ്സിലേക്കാട്ടിലും എനിക്ക് ഈ ചിപ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നമ്മൾ വറുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ നൈസായിട്ട് അരിഞ്ഞേക്കുവാണ്. അപ്പം നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് യെല്ലോ കളർ പോലെ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. എന്നാലും ആ ഒരു പെർഫെക്റ്റ് നമ്മൾ നേന്ത്രക്കായ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു കട്ടിയോ അല്ലെ അങ്ങനൊന്നും ഇല്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിത് കഴിക്കുമ്പം ഓർക്കും വെറുതെ ഈ പാളയംകോടൻ പഴം ഒരുപാട് പഴുത്ത് കളയുന്നതിലും അത് പച്ചയായിരിക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ വറുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് വാപ്പി പറഞ്ഞ അനുസരിച്ച് ഞാനിത് വറുത്തു. പക്ഷേ ഇത്രയും ടേസ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിള്ളേർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വറുത്തത്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുർക്കുറേ, ഇതെന്ത് കുർക്കുറയാന്ന് പറയാമോ, നാട്ടുമ്പുറത്തെ കുർക്കുറേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഇത്രയും നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ ഇതുപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് പുറത്തുള്ള കെമിക്കൽ ചേർന്ന ചിപ്സ് ഒന്നും നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൻപുറത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ചിപ്സ് ഐറ്റംസൊക്കെ നമുക്ക് ഭയങ്കര ടേസ്റ്റും ആണ്, ഹെൽത്തിയുമാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. നേന്ത്രക്കായ കൊണ്ട് മാത്രമല്ല ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ പാളയംകോടൻ പഴത്തിൻ്റെ പച്ചക്ക വെച്ചും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്കിപ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയ്ക്ക് നല്ല ക്രിസ്പി ചിപ്സാണ്. നിങ്ങളത് കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. കാരണം എന്തായാലും പാളയംകോടൻ പഴം എല്ലാവരുടെയും പറമ്പിലും വീട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പച്ചക്ക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്